നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. ഈ ശ്ലോകത്തിൽ ജ്ഞാനപരമ്പര പൂർത്തിയാവുകയാണ്. വേദവ്യാസനിൽ നിന്ന് ഈ വിദ്യ എങ്ങനെയാണ് നമുക്ക് ഈ കഥ പറഞ്ഞു തരുന്ന സൂതനിലേക്ക് എത്തിയത് എന്ന് ഇതിൽ വിവരിക്കുന്നു. വ്യാസേന ദത്തം മഹ്യം ച കൃപയാ പുണ്യസമ്മതം തദഹം വഹ പ്രവശ്യാമി പുരാണം ബ്രഹ്മവൈവർത്തം. വ്യാസേന ദത്തം മഹ്യം ച, വേദവ്യാസൻ എനിക്ക് അഥവാ സൂതന് ഇത് നൽകി. കൃപയാ പുണ്യസമ്മതം, പുണ്യകരവും സമ്മതവുമായ ഈ ജ്ഞാനം അവിടുത്തെ കാരുണ്യം അഥവാ കൃപ കൊണ്ടാണ് എനിക്ക് ലഭിച്ചത് എന്ന് സൂതൻ പറയുന്നു. തദഹം വഹ പ്രവശ്യാമി, അത് ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാം. പുരാണം ബ്രഹ്മവൈവർത്തം, ആ ബ്രഹ്മവൈവർത്ത പുരാണം തന്നെ. ശ്ലോകത്തിൻ്റെ സാരം: സൂതൻ പറയുന്നു, മഹാത്മാവായ വേദവ്യാസൻ അവിടുത്തെ കരുണയാൽ പുണ്യകരമായ ഈ വിദ്യ എനിക്ക് ഉപദേശിച്ചു തന്നു. ആ ബ്രഹ്മവൈവർത്ത പുരാണം തന്നെയാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാൻ പോകുന്നത്. വിശദീകരണം: ഇവിടെ കൃപയ അഥവാ കാരുണ്യത്താൽ എന്ന വാക്കിന് വലിയ പ്രാധാന്യമുണ്ട്. ആത്മീയ ജ്ഞാനം എന്നത് വെറും പഠനം കൊണ്ട് മാത്രം ലഭിക്കുന്നതല്ല, മറിച്ച് ഗുരുവിൻ്റെ അനുഗ്രഹം കൂടി ഉണ്ടെങ്കിലേ അത് പൂർണ്ണമാകൂ എന്ന് സൂതൻ വിനയപൂർവ്വം സമ്മതിക്കുന്നു. ഇതോടെ ഈ പുരാണത്തിൻ്റെ ആധികാരികത, ലീനിയേജ് ഉറപ്പിക്കപ്പെട്ടു. ഇതുവരെയുള്ള ജ്ഞാനപ്രവാഹം, സമ്മറി ഓഫ് ലീനിയേജ്. ഇപ്പോൾ പ്രവേശിക, ഇൻട്രൊഡക്ഷൻ പൂർത്തിയായി. അടുത്ത ശ്ലോകം മുതൽ പ്രപഞ്ച സൃഷ്ടിയുടെ ഗഹനമായ രഹസ്യങ്ങളിലേക്ക് സൂതൻ കടക്കുകയാണ്. അവിടെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ എങ്ങനെയാണ് പ്രപഞ്ചത്തിൻ്റെ മൂലകാരണമാകുന്നത് എന്ന് വിവരിക്കുന്നത്. പരമാത്മാവായ കൃഷ്ണൻ്റെ ലീലകളും പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യങ്ങളും ഈ പുരാണത്തിലൂടെ നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ അറിയാം. ഇന്നത്തെ ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക. അടുത്ത ശ്ലോകങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.